ഗൈസ്, നല്ല മഴയുള്ളൊരു മോർണിംഗ് ആണല്ലേ ഇന്ന് രാവിലെ തന്നെ. അപ്പോൾ ഞാൻ വിനീഷേട്ടനും കൂടി കണ്ണൂർ പോവാണ്. കണ്ണൂർ പോകാൻ വേണ്ടി കുറേ കാരണങ്ങളുണ്ട്. അപ്പോൾ മക്കൾക്ക് രണ്ടാൾക്കും സ്കൂളില്ല, അപ്പോൾ ഇവർ രണ്ടാളും വീട്ടിലാക്കി. പ്രത്യേകിച്ച് ഇച്ചുവിന് പനിയാണ്, പിന്നെ നൈസുവിന് പഠിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ രണ്ടാളോടും വീട്ടിലേക്കാൻ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ കണ്ണൂരൊക്കെ വെച്ച് പിടിക്കുന്നതാണ്. കാരണം കണ്ണൂർ പോയിട്ട് കുറച്ച് ആവശ്യങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ. ഒന്ന് എൻ്റെ കണ്ണട കിട്ടിയെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നേ. പിന്നെ ഒന്ന് ക്യാൻറ്റീൻ പോകണം. പിന്നെ ECHS ഞങ്ങളുടെ അവിടെ പോയിട്ട് കുറച്ച് റെഫർ ചെയ്യാനുണ്ട്. അപ്പം ഇതാ നല്ല മഴയുള്ള മോർണിംഗ് ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു പോകാൻ വേണ്ടിയിട്ട്. നല്ല വൈബായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ മഴയ്ക്ക് ഇങ്ങനെ യാത്ര ചെയ്യാൻ ഭയങ്കര രസമല്ലേ. പിന്നെ അങ്ങനെ ഇതാ ഞങ്ങൾ ECH പോളിക്ലിനിക്കിലെത്തി. ആ വണ്ടി ഉണ്ടോ, അത് ബാറ്ററിയുടെ വണ്ടി കേട്ടോ. ഇവിടെ വരുന്നവരെ ബസ് സ്റ്റോപ്പ് വരെ കൊണ്ടുവിടും, കൂട്ടി വരും, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പം ഇതാ ഇവിടെ എത്തി. ഇവിടെ കുറേ പേര് ടോക്കൺ എടുത്ത് കഴിഞ്ഞു, കുറേ പേര് ടോക്കൺ വിളിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഫാർമസിയാണ് കേട്ടോ. ഇത് അവിടുത്തെ അതിനും ടോക്കനൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാ ബിനീഷേട്ടൻ അവിടെ പോയിട്ട് ടോക്കൺ വിളിച്ചു. അവിടെ എത്തിയിട്ട് എനിക്ക് 2 റെഫർ ചെയ്യാനുണ്ടായിരുന്നു, അത് വാങ്ങി. അതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് മിലിറ്ററി ക്യാൻറ്റീനിലാണ്. ക്യാൻറ്റീൻ പോയപ്പം ആകർഷകം മുഖമായിരുന്നു. സാധനങ്ങളൊന്നും ഇല്ല ഗൈസ്. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച സാധനങ്ങളൊന്നും എനിക്ക് കിട്ടിയില്ല. ഇപ്പോൾ കിട്ടിയ സാധനം ഞാൻ എടുത്തു. എന്തൊക്കെയോ 2-3 സാധനങ്ങൾ മാത്രം എടുത്തിട്ട് മടങ്ങേണ്ട അവസ്ഥയായിരുന്നു. ഇന്നത്ര ആയത്, അത്രേ ആയിട്ടുള്ളൂ. ഡേറ്റ് 6 ആയിട്ടുള്ളൂ. എന്നിട്ട് സാധനം എല്ലാം കാലിയായിരുന്നു. ഇനിയിപ്പോൾ സാധനങ്ങൾ 2-3 ദിവസം കഴിഞ്ഞാൽ വരുമെന്ന് പറയുന്നുണ്ട്. അതിനിടയ്ക്ക് വിനീഷേട്ടൻ എനിക്ക് ലോലിപ്പോപ്പ് വാങ്ങി തരുമായിരുന്നു. നീ കുറച്ച് നേരം വായ പൊട്ടി ഇരിക്കുകയെന്ന് പറഞ്ഞിട്ട് ലോലിപ്പോപ്പ് തിന്നാൻ തന്നു. അങ്ങനെ ഞാൻ ആ ലോലിപ്പോപ്പ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല ടേസ്റ്റുള്ള ലോലിപ്പോപ്പ്. ഇത് ലെമണിൻ്റെ ആണ് കേട്ടോ. ഫ്ലേവർ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്തായാലും. അങ്ങനെ നേരെ പോയി. പിന്നെ നേരെ പോയതാ ലെൻസ് കാർട്ടിലേക്കായിരുന്നു. അപ്പോൾ ലെൻസ് കാർട്ടിലെത്തി. എൻ്റെ കണ്ണട ചോദിച്ചു. അപ്പോൾ അവർ ശരിയായിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഇതാ കണ്ണട കിട്ടിയിട്ടുണ്ട്. ഇതാണ് കണ്ണട. മക്കളെ എങ്ങനെയുണ്ട് എന്ന് പറയണേ. ഞാൻ ഇതാ വയ്ക്കാൻ പോവുകയാണ് എൻ്റെ പുതിയ കണ്ണട. അപ്പോൾ ഇതാ എത്ര കാലത്തേക്കാണെന്ന് അറിയത്തില്ല. എന്നാലും ഇൻഷുറൻസ് എല്ലാം എടുത്തിട്ടുണ്ട്. എന്താ വെച്ചാൽ എപ്പോഴും എൻ്റെ കണ്ണട പൊട്ടാറുണ്ട്, അതുകൊണ്ട് തന്നെ. അപ്പോൾ എങ്ങനെയുണ്ട് ഗൈസ്, കമൻറ്റ് ഇടണേ. എന്തായാലും നല്ലതാണെന്ന് പറഞ്ഞു, മോശമാണെങ്കിൽ എന്നാലേ ഞാൻ സ്ഥിരം വയ്ക്കത്തുള്ളൂ. അങ്ങനെയുണ്ട് എനിക്ക്. അപ്പോൾ പിന്നെ ഇത് അടുത്തത് വിനീഷേട്ടൻ്റെ കണ്ണടയുടെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ട് അവർ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ വിനീഷേട്ടൻ ഞാൻ അന്ന് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ, അത് തന്നെയാണ് എടുക്കുന്നത്. അങ്ങനെ ഇത് കണ്ണടയുടെ ബോക്സാണ് കേട്ടോ. അടിപൊളിയല്ലേ, നല്ല സെറ്റപ്പ് ആയിട്ടില്ലേ. ഇതാണ് എൻ്റെ കണ്ണടയുടെ ബോക്സ്. അതിനുശേഷം എനിക്ക് കുഴച്ചപ്പോൾ ഞാൻ ഒരു ഉണ്ണിയപ്പം എടുത്ത് കഴിച്ചു. ഞാൻ ഉണ്ണിയപ്പം എടുത്തിട്ടാണ് വന്നത് വീട്ടിൽ നിന്ന്. അങ്ങനെ ഉണ്ണിയപ്പം എടുത്ത് കഴിച്ചു. പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. മക്കൾക്ക് ജേഴ്സി വാങ്ങിയിരുന്നു. അപ്പോൾ ഇച്ചുവിനും നൈസൂനും കൂടി ജേഴ്സിയൊക്കെ കാണിച്ചു കൊടുത്തു. ഈ നൈസൂന് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു. അത് പിന്നെ സ്വാഭാവികം, അവർക്ക് എന്ത് എടുത്ത് കൊടുത്താലും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.